ജെറുസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയിലൂടെ എത്രയോ ജീവിതങ്ങളാണ് ആത്മീയ സംതൃപ്തി അടഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തീരുമാനമെടുത്തിരിക്കുന്നത്. പെന്തക്കോസ്താ നാളിന് തിരുനാളിന് ഒരുക്കമായി നടത്തുന്ന പ്രാർത്ഥനയിൽ ഇന്നേ ദിവസം ദൈവം നമ്മുടെ ഓരോരുത്തരുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നതാണ് വചനത്തിലൂടെ നാം കേൾക്കാൻ പോകുന്നത്. എസെക്കിയേലിന്റെ പുസ്തകം 36 അധ്യായം 27 വാക്യം. എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ ഉള്ളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ എന്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ നിഷ്ഠയുള്ളവരുമായി മാറും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞാൽ നമ്മൾ 2 കാര്യങ്ങളാണ് നടക്കുക. ഒന്ന്, ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കും. 2, നിയമങ്ങൾ പരിശീലിക്കും. എന്താണ് ദൈവത്തിന്റെ കൽപ്പന? പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാനും പൂർണ്ണ മനസ്സോടെ മനുഷ്യരെ സ്നേഹിക്കാനും ഈ കൃപ തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഒരു പുതിയ ഹൃദയം തരുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സത്പേര് നശിപ്പിക്കാത്ത, മറ്റുള്ളവരുടെ അഭിമാനക്ഷതം ഉണ്ടാക്കാത്ത, മറ്റുള്ളവരെ കൂടി കൈപ്പിടിച്ചുയർത്തുന്ന ആത്മീയമായ ഉത്കർഷം ഒരു ജീവിതത്തിന് തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നന്മ പ്രവർത്തിക്കാനുള്ള ദിവസങ്ങളിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. നമ്മെ പരിശുദ്ധാത്മാവ് നമ്മുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഉയർത്തി പിടിച്ചുകൊണ്ട് ഇതാ നന്മ പ്രവർത്തിക്കാൻ സമയം സമാഗതമായി എന്ന് പറഞ്ഞുകൊണ്ട്, മാനസാന്തരപ്പെടുവിൻ, പുതിയ ശക്തിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തുകൂടെ പറയുന്ന പരിശുദ്ധാത്മ സ്വരം നമുക്ക് എല്ലാവർക്കും കേൾക്കുവാൻ കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.